വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാവ് എ നൈസ് ഡേ. എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത് ഒരു കളക്റ്റീവ് ആയിട്ടുള്ള റീഡിംഗ് ആണ്. എന്തൊക്കെ മെസ്സേജസ് ആണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ സോളിന് നിങ്ങളോട് പറയാനുള്ള, നിങ്ങളുടെ ആത്മാവിന് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ മെഡിറ്റേഷൻ്റെ ബൈറ്റ് വെക്കുന്നുണ്ട്, എല്ലാവരും കണ്ടിട്ട് ഓടി വരിക. പിന്നെ മെഡിറ്റേഷൻ വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ അത് റെസനേഷൻ സംഭവിക്കാനും അത് ഒരു സംശയമില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് കാണാനും വളരെയധികം റെസനേഷൻ കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെഡിറ്റേഷൻ്റെ ബൈറ്റ് വെക്കുന്നത്. ആൻഡ് ഓൾദോ മറ്റേ ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. എപ്പോഴാണോ നിങ്ങളിത് കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് കാണാൻ സമയമായിട്ടുണ്ടാവുക. ഞാൻ യാദൃശ്ചികമായിട്ട് കാണുന്നവരോടാണ് ഇറ്റ്സ് ഓൾ അബൌട്ട് യുവർ റീഡിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. യൂണിവേഴ്സ് ഏഞ്ചൽസ്, വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ. എന്തൊക്കെ മെസ്സേജസ് ആണ് നിങ്ങളിപ്പോൾ കേൾക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ അറിയേണ്ടത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു റീഡിംഗ്. നിങ്ങളുടെ സോൾ പർപ്പസ് എന്താണ്, നിങ്ങളുടെ സോളിന് എന്താണ് നിങ്ങളോട് ഈ സമയം പറയാനുള്ളത് എന്നൊക്കെ കൂടിയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ എല്ലാവരും വളരെ എനർജറ്റിക്കായിട്ട് എനർജി കണക്റ്റ് ആവുന്ന രീതിയിൽ വളരെ സ്മൂത്തായിട്ടിരിക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ എനർജി കണക്റ്റ് ആവുന്ന പോലെ ഇരിക്കും നമ്മുടെ റെസനേഷൻ. സോ അത്രയും പെർഫെക്റ്റ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. ഒന്നും വീഴുന്നില്ലല്ലോടെ, എനർജി കിട്ടുന്നില്ലല്ലോ, ഒന്നും വീഴുന്നില്ലല്ലോടെ. യൂണിവേഴ്സ് ഏഞ്ചൽസ്, ഓക്കെ, ടു കാർഡ്സ്. ഫസ്റ്റ് കാർഡ്, ഓക്കെ, 3 കാർഡ്സ് ആണ്. ഫസ്റ്റ് കാർഡ്,
3 അല്ല 4 കാർഡ് ഉണ്ടാകുമ്പോൾ ആദ്യം 2 എന്ന് വിചാരിച്ചു, പിന്നെ നോക്കുമ്പോൾ 3 ആണ്, ആൻഡ് പിന്നെ നോക്കുമ്പോൾ 4 ആണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെയൊക്കെ പ്രശ്നം എന്താണെന്നറിയോ? ഇപ്പോൾ ഈ സംഭവിച്ച കാര്യം തന്നെയാണ്. ഫസ്റ്റ് നോട്ടത്തിൽ, ആദ്യത്തെ ഒരൊറ്റ നോട്ടത്തിൽ നിങ്ങൾക്കത് സിമ്പിളായിട്ട് തോന്നാം. നിങ്ങളുടെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് അത് തന്നെയാണ്. നിങ്ങൾ ഫസ്റ്റത്തെ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടാവുമ്പം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമ്പം, നിങ്ങൾ ആദ്യം ചിന്തിക്കുക എന്താണ്? അത് പെട്ടെന്ന് നിങ്ങളുടെ മൈൻഡിലേക്ക് പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത് സിമ്പിളാണ്, അത് വളരെ സിമ്പിളാണ്, സിമ്പിളായിട്ട് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്നും പറഞ്ഞ് നിങ്ങൾ അതിനെ സിംപിളീകരിക്കുന്നു. അതാണ് നിങ്ങൾക്ക് പറ്റുന്ന വലിയ മിസ്റ്റേക്ക് എന്ന് യൂണിവേഴ്സ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. മനസ്സിലായോ? നിങ്ങളൊരു കാര്യം സിംപിളീകരിക്കുന്ന സമയത്ത്, അത് ഞാൻ എൻ്റെ ഒരു ഭാഷയിൽ പറയുകയാണ്, അതായത് സിമ്പിളായിട്ട് കാണുന്ന സമയത്ത്, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുമ്പം നിങ്ങളത് വളരെ സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം. അത് ഒരു വലിയ കാര്യം തന്നെയാണ്. സിമ്പിളായിട്ടൊരു കാര്യം ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക, അല്ലെങ്കിൽ സിമ്പിളായിട്ടൊരു കാര്യം എടുക്കുക. എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കുമ്പോൾ അതിനെ വളരെയധികം സിമ്പിളായിട്ട് കണ്ട് ലാഘവത്തോടു കൂടി എടുക്കുക എന്ന് പറയുന്നത് അത്രയും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷെ ഇവിടെ പറയുന്നത്, നിങ്ങൾ സിമ്പിളാണെന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള പല കാര്യങ്ങളും വളരെ ഹാർഡ് കോറാണ്, ഭയങ്കര ഹാർഡായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾ ചിന്തിക്കുന്ന കാര്യം എന്താ? നിങ്ങൾ സിമ്പിളാന്ന് പറഞ്ഞിട്ട് പല കാര്യങ്ങളും ലൈഫിൽ മാറ്റി വയ്ക്കുക. ഇത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യം, എനിക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമാണ്, അത് വളരെ സിമ്പിളാണെന്ന് പറഞ്ഞ് നിങ്ങൾ മാറ്റി വെച്ചിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടേറിയ കാലാവസ്ഥ കൂടെ അനുഭവിച്ചു പോകേണ്ട സിറ്റുവേഷൻ വരുന്നു, അല്ലെങ്കിൽ വരേണ്ടതായിട്ടുണ്ട് എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ആത്മാവ് നിങ്ങളോട് പറയുന്നതാണ്. നിങ്ങൾ പല കാര്യങ്ങളും സിമ്പിൾ, അതാണ് നമുക്ക് ആദ്യം ഫസ്റ്റ് ഒരെണ്ണം വീണു. അപ്പം നമ്മൾ എന്ത് വിചാരിച്ചത്? ഒരൊറ്റ കാർഡേ ഉള്ളൂ. പിന്നെ നോക്കിയപ്പോൾ അത് 2 കാർഡാണെന്ന് തോന്നി. പിന്നെ നോക്കുമ്പോൾ അത് ഒരെണ്ണം എടുക്കുമ്പോൾ 3 കാർഡായി. പിന്നെ കൂടെ എടുത്തപ്പം അത് 4 കാർഡാണ്. അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾക്കൊരു പ്രതിസന്ധി വരുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് അത് സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്, ഒറ്റ ടേക്കിൽ നിങ്ങൾക്ക് അത് അതിൻ്റെ സൊല്യൂഷൻ കാണാൻ പറ്റുമെന്ന്. പക്ഷെ ഒറ്റ ടേക്കിലോ, സെക്കൻഡ് ടേക്കിലോ, തേർഡ് ടേക്കിലോ നിങ്ങൾക്കത് സൊല്യൂഷൻ കാണാൻ പറ്റില്ല. ഓൺലി 4th ടേക്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സൊല്യൂഷൻ കിട്ടുള്ളൂ. മനസ്സിലായോ? അതിൻ്റെ ജസ്റ്റ് ഞാനിപ്പോൾ വീണ ആ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാണ്. നിങ്ങൾക്ക് ഒരൊറ്റ ഇതിൽ നിങ്ങൾക്കൊരു കാര്യത്തിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല. നിങ്ങൾ പുറമേ നിന്ന് നോക്കുമ്പോഴും അല്ലെങ്കിൽ പുറമേ നിന്ന് കാണുമ്പോഴും അത് വളരെ സിമ്പിളാണ്, പെട്ടെന്ന് നമുക്ക് തീർത്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കാം. പക്ഷേ അതൊരിക്കലും സിമ്പിളായിട്ടുള്ള ഒരു കാര്യമല്ല, വളരെ നീറ്റായിട്ടുള്ള രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല. നിങ്ങളുടെ സോള് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ മനസ്സ് പല സ്ഥലത്തും നിങ്ങളുടെ മനസ്സ് ഫൈറ്റ് ചെയ്യാണ്. നിങ്ങളുടെ മനസ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടാണ് മുന്നേറുന്നത്. പല സ്ഥലങ്ങളിലും ഫൈറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന എന്താണ്? നമ്മുടെ മൈൻഡ് ഭയങ്കരമായിട്ടൊരു ഫൈറ്റിംഗ് എനർജി കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ മനസ്സ് എന്തെങ്കിലും ഒരു കാര്യം കിട്ടുമ്പോഴേക്കും അതിനെ ഒരു ഫൈറ്റിംഗ് മെൻറ്റാലിറ്റി വെച്ചെടുത്ത്, അല്ലെങ്കിൽ ഒരു ഫൈറ്റിംഗ് ഡിസിഷൻ വെച്ചെടുത്ത് ഓരോ കാര്യങ്ങൾ ഫൈറ്റ് ചെയ്യുന്ന രീതിയിൽ മുന്നോട്ട് നീക്കുന്ന ഒരു പ്രോസസ്സ്. അതാണ് നിങ്ങളുടെ മനസ്സിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല കാര്യങ്ങളും ഈ ചെവിയിലൂടെ കേട്ട് ഈ ചെവിയിലൂടെ വിടേണ്ടതിന് പകരം നിങ്ങൾ എന്താ ചെയ്യുന്നത്? അത് അങ്ങോട്ട് ഹൃദയത്തിലേക്ക് എടുക്കും, അല്ലെങ്കിൽ അത് അങ്ങോട്ട് മനസ്സിലേക്ക് എടുത്ത് ഭയങ്കരമായിട്ട് എന്തെങ്കിലും ചോദിക്കുന്നവരോടോ എന്തെങ്കിലും പറയുന്നവരോടോ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യാനും സംസാരമുണ്ടാക്കാനും വർത്തമാനങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ നിങ്ങൾ ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. മനസ്സിലായോ? നിങ്ങൾ ശ്രമിക്കുന്നത് എന്തിനാണ്? ഒരു ഫൈറ്റ് ഉണ്ടാക്കാൻ. നമ്മളൊക്കെ ശ്രമിക്കേണ്ടത് എന്താ? എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഒരു ഫൈറ്റ് ഒഴിവാക്കാൻ ശ്രമിക്കുന്ന പക്ഷം നിങ്ങളൊക്കെ നോക്കുന്നത് എന്താ?
എങ്ങനെയാണ് ഒരു ഫൈറ്റ് ഉണ്ടാക്കുക എന്നുള്ളൊരു മെൻറ്റാലിറ്റി വെച്ച് നടക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് കോൺഫ്ലിക്ട്സുകൾ നടക്കുന്നുണ്ട്. മുന്നേ പറഞ്ഞിട്ടുള്ളതും പല ആളുകൾ മുന്നേ നിങ്ങളോട് ചെയ്തിട്ടുള്ളതും, അല്ലെങ്കിൽ മുന്നേ നിങ്ങളുടെ ലവർ നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയിട്ടുള്ളത്, നിങ്ങളെ ബ്രേക്കപ്പ് ചെയ്ത് പോയിട്ടുള്ളത്, അങ്ങനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പല പ്രശ്നങ്ങളും നിങ്ങളിപ്പോഴും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്നറിയോ, ഒരു സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. സ്പിരിച്വലി യൂണിവേഴ്സിനോട് കണക്റ്റഡ് ആവാനായിട്ട് ശ്രദ്ധിക്കുക. അത് ചെയ്യുന്ന പക്ഷം നിങ്ങൾക്ക് ഒരുപാട് റിസൾട്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. മേ ബി നിങ്ങൾ തീരെ ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്ത വ്യക്തികളായിട്ട് കാണുന്നുണ്ട്. ഒട്ടും യൂണിവേഴ്സിനോട് നന്ദി പ്രകടിപ്പിക്കാത്ത, അല്ലെങ്കിൽ ഒട്ടും യൂണിവേഴ്സുമായിട്ട് ഒരു കണക്ഷൻ ഇല്ലാത്ത, ഒട്ടും വളരെ നല്ല രീതിയിൽ കെയർ ചെയ്ത്, അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ ചില കാര്യങ്ങൾ വരുമ്പോൾ അങ്ങോരോട് അത്രയും ഒരു കണക്ഷൻ ഇല്ലാത്തതുപോലെ ഒക്കെയുള്ളൊരവസ്ഥ. എനിക്കത് എങ്ങനെ പറഞ്ഞു തരണ്ടേ എന്നറിയുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയൂ കേട്ടോ, അല്ലെങ്കിൽ അഥവാ മനസ്സിലായിട്ടില്ലെങ്കിൽ അതും പറയുക. അപ്പം ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ അതിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ തിങ്ക് ചെയ്യുന്ന വേയിലൂടെയല്ല നിങ്ങളുടെ കാര്യങ്ങൾ പോകുന്നത്. നിങ്ങൾ ഏത് രീതിയിലാണോ ചിന്തിച്ചത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് രീതിയിലാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നാണ് കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എന്ത് നിങ്ങളുടെ മൈൻഡിൽ തോന്നില്ല, അതിൻ്റെ ഓപ്പോസിറ്റ് കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് മനസ്സിലായോ? കാരണം നിങ്ങൾക്ക് ഒട്ടും ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുന്ന വ്യക്തികളല്ല. നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കാൻ അറിയത്തില്ല. നിങ്ങൾ വളരെയധികം യൂണിവേഴ്സുമായിട്ട് അടുത്ത് നിൽക്കേണ്ട വ്യക്തികളാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാനിഫെസ്റ്റ് ചെയ്യണം. ഫുൾ മൂൺ ടൈമിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെയധികം റിസൾട്ട്ഫുൾ ആയിരിക്കും. കാരണം നിങ്ങൾക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന ഒരു ടെക്നിക്കാണ് ഫുൾ മൂൺ ടൈമിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് നിങ്ങൾ കഴിഞ്ഞു പോയ ചില കാലത്തെ നിങ്ങളുടെ പ്രണയങ്ങൾ, നിങ്ങളുടെ ആ ഒരു വ്യക്തി, ആ ഒരു പേഴ്സൻ്റെ ഒരു ട്രോമ, ആ പേഴ്സണുമായിട്ടുള്ള നിങ്ങളുടെ ലൈഫ് ഒരു വലിയ ട്രോമയായിട്ട് നിങ്ങളെ ഇന്നും ബാധിക്കുന്നുണ്ട്. കുറേ പേര് നെക്സ്റ്റ് ഒരു മാരേജ് ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ ആ ഒരു ട്രോമയിൽ കുടുങ്ങിക്കിടക്കുന്നവരെയും കാണുന്നുണ്ട്. സോ നിങ്ങളുടെ സോളിന് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ തന്നെ ഹീൽ ചെയ്ത് കൊണ്ടുവരണം. ഇങ്ങനത്തെ പല സ്റ്റേജുകളും ഉണ്ടാവും ലൈഫിൽ. ഇങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ നേരിടേണ്ടി വരും. ഇതെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ടുള്ളതും, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് ജീവിക്കുന്നതുമെല്ലാം. അപ്പോൾ പല പ്രതിസന്ധികൾ നമ്മുടെ ലൈഫിൽ ഉണ്ടായാലും ഓരോ പ്രതിസന്ധിയിൽ നിന്നും മുന്നോട്ട് കരകയറി പോകേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നിടത്താണ് നമ്മുടെ സക്സസ് ഇരിക്കുന്നത്. മനസ്സിലായോ? ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്ന വേയിലോ ഒന്നും ആവില്ല കാര്യങ്ങൾ നടക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന അതേ രീതിയിലൊന്നും ആവില്ല, ഒരു പെർഫെക്ഷനും ഉണ്ടാവില്ല. നിങ്ങൾ ചിന്തിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും കാര്യങ്ങൾ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും കാര്യങ്ങൾ നടക്കേണ്ടത്. പക്ഷെ നിങ്ങളുടെ മൈൻഡ് നിങ്ങൾക്ക് റോങ് ഡിസിഷനാണ് തരുന്നത്. അത് അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്പിരിച്വലി കണക്റ്റഡ് അല്ലാത്തതും നിങ്ങളുടെ ഉള്ളിൽ പല ട്രോമാസ് കെടുക്കുന്നതും കൊണ്ടാണ് നിങ്ങൾക്ക് അതിൽ നിന്നും റിലീഫ് ചെയ്ത് മുന്നോട്ട് വരാൻ പറ്റാത്തത്. നിങ്ങളിപ്പോഴും ആ പഴയ ആ പേഴ്സൻ്റെ ചീറ്റിങ്ങിലോ ആ ബ്രേക്കപ്പ് സിറ്റുവേഷനിലോ ഇപ്പോഴും സ്റ്റക്കായി നിൽക്കുകയാണ്. അവരുടെ ഓർമ്മകൾ നിങ്ങളെ ഇപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അവരുടെ ഓർമ്മകൾ നിങ്ങളിപ്പോഴും ഭയങ്കരമായിട്ട് സ്റ്റക്കാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ മുന്നോട്ട് നീങ്ങാൻ കഴിയാത്ത വിധം നിങ്ങളുടെ മൈൻഡിനെ അവർ ഫ്രീസ് ചെയ്ത് വെക്കുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഈ വ്യക്തി കാരണം എനിക്ക് എൻ്റെ ലൈഫിൽ മുന്നോട്ട് ഒരു അടി പോലും വെക്കാൻ പറ്റുന്നില്ല, എങ്ങനെയാണ് ഞാൻ മുന്നോട്ട് ജീവിക്കുക എന്നൊക്കെ വളരെ ഒരു വിഷമത്തോടു കൂടി ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ എനിക്ക് കാണുന്നുണ്ട്. സോ നിങ്ങൾ പല കാര്യങ്ങളും തീരുമാനിക്കേണ്ടത് പല സ്റ്റേജിലാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ ഓരോ കാര്യത്തിനും എടുക്കുന്ന ഡിസിഷൻ ഈ സ്റ്റേജിൽ, ഇപ്പോൾ ഈ ഒരു 2 സ്റ്റേജിൽ നിങ്ങൾ എടുക്കേണ്ട ഡിസിഷൻ നിങ്ങൾ
എടുക്കുന്നത് ഈ ഒരു സ്റ്റേജിലായിരിക്കും. ഈ സ്റ്റേജിൽ എടുക്കേണ്ട ഡിസിഷൻ നിങ്ങൾ കൊണ്ടുവയ്ക്കുന്ന ഈ ഒരു സ്റ്റേജിലായിരിക്കും. അപ്പോൾ മനസ്സിലാക്കുക, ഇത് ഫോർ എക്സാമ്പിളാണ്, നിങ്ങളുടെ ആ ഒരു സോള് അതായത് നിങ്ങളുടെ സോളിന് ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടിയും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾ തീരുമാനിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ മനസ്സ് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നും ശരിയല്ല. സോ നിങ്ങളുടെ ഉള്ളിലിരുന്ന ആത്മാവ് പറയാണ്, അങ്ങനെയല്ല ഇങ്ങനെ ചെയ്യടാ, ഇങ്ങനെയല്ല അങ്ങനെ ചെയ്യടാ. പക്ഷെ നിങ്ങൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്യുന്ന അവസ്ഥ, അത് സ്പിരിച്വലി നിങ്ങൾ കണക്റ്റഡ് അല്ലാത്തത് കൊണ്ട് തോന്നുന്നതാണ്. ആൻഡ് നിങ്ങളുടെ പഴയ വ്യക്തിയുടെ ഓർമ്മകൾ നിങ്ങളെ ഭയങ്കരമായിട്ട് അലട്ടുന്നുണ്ട്. ആ വ്യക്തി നിങ്ങളെ അത്ര പെട്ടെന്നൊന്നും ആ ട്രോമ നിങ്ങളിൽ നിന്ന് വിട്ടുപോകില്ല. പക്ഷെ നിങ്ങൾ പതുക്കെ 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 അതിൽ നിന്നും ഹീലാവുന്നതും കാണുന്നുണ്ട്. ആൻഡ് ഒരു നല്ലൊരു ഭാവി നിങ്ങൾക്ക് ഉണ്ടാവുന്നത് ഐ ഫീൽ. യെസ്, നല്ലൊരു ഫ്യൂച്ചർ നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലോ ഒന്നുമല്ല നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്ന ഫ്യൂച്ചർ എന്ന് പറയുന്നത്. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഈ ഒരു വഴി കൂടെ ഞാൻ എന്തായാലും പോവില്ല എന്ന് വിചാരിച്ചിട്ടുള്ള ആ രീതിയിൽ കൂടെ ആയിരിക്കും നിങ്ങൾ ചിലപ്പോൾ നന്നാവുക. ഓക്കെ, നിങ്ങളുടെ ഫ്യൂച്ചർ കിടക്കുന്നത് വേറൊരിടത്താണ്, നിങ്ങളുടെ ഭാവി ഭദ്രമാകുന്നത് വേറൊരിടത്താണ്. ഇവിടെ നിങ്ങൾ സ്റ്റക്കായി കിടക്കുന്ന പക്ഷം നിങ്ങൾക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റാതെ നിങ്ങൾ ഫ്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് ചുറ്റും എന്ത് സംഭവിച്ചാലും, നിങ്ങൾ അറിയാത്തൊരവസ്ഥ, നിങ്ങൾക്ക് ചുറ്റും എന്തൊക്കെ നടന്നാലും നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കാതെ നിങ്ങളുടെ ഈ ഒരു ട്രോമയിൽ തന്നെ നിങ്ങൾ ഫേസ് ചെയ്ത്, ഈ ഒരു കാര്യത്തെ തന്നെ നിങ്ങൾ ആശ്രയിച്ച്, ഈ ഒരു കാര്യത്തിൽ തന്നെ നിങ്ങൾ ഡിസ്റ്റർബ്ഡായി മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ സ്റ്റക്കഡായിട്ട് കിടക്കുകയാണ്. സോ നിങ്ങളുടെ സോളിന് പറയാനുള്ളത്, നിങ്ങൾ റിക്കവർ ചെയ്ത് പുറത്തോട്ട് വരണം. നിങ്ങൾ റിക്കവർ ചെയ്ത് പുറത്തോട്ട് വന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ടൈമിൽ നേടിയെടുക്കാനും ഒരുപാട് ഫൈറ്റ് ചെയ്യാനും സാധിക്കുള്ളൂ. നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്ന വ്യക്തികളാണ് എങ്കിൽ കൂടെയും റൈറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. നിങ്ങൾ ഓൺലി ഫൈറ്റിംഗ് റോങ് സ്ഥലത്ത്, റോങ് പ്ലേസിലാണ് നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കത് വേണം, നിങ്ങൾക്കതൊരു ഉപകാരത്തിലേക്കുണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾ ഫൈറ്റ് ചെയ്ത് സംസാരിക്കുകയോ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾ എടുക്കുന്ന ഡിസിഷനോ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയോ ഒക്കെ തുമ്മലുണ്ടേ. അപ്പം നിങ്ങൾ ചെയ്യുന്ന ഡിസിഷൻ, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി എല്ലാം എങ്ങോട്ട് പോകുന്നു, ഏത് രീതിയിലേക്ക് പോകുന്നു? റോങ് ആയിട്ട് പോകുന്നു. അപ്പം നിങ്ങളുടെ ഡിസിഷൻ, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന രീതി, നിങ്ങൾ ചിന്തിക്കുന്ന ആ ഒരു തലങ്ങൾ, ഇതൊക്കെ വളരെ വ്യക്തമാക്കാൻ നോക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ പട്ടി മോങ്ങുന്ന പോലെ രാത്രിയൊക്കെ ഇരുന്ന് മോങ്ങാനേ നിങ്ങൾക്ക് പറ്റത്തുള്ളൂ. ഈ ഒരു ട്രോമയും പറഞ്ഞുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ സ്റ്റക്കായി അവിടെ ഫ്രീസായി നിൽക്കും. നിങ്ങൾക്കൊരു ഫ്യൂച്ചർ ഉണ്ടാവില്ല. അപ്പം നിങ്ങളുടെ സോള് പറയുന്നത്, നിങ്ങൾക്ക് ഫ്യൂച്ചർ ഉണ്ടാവാനും നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാവാനും നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ ഒരു ട്രോമയിൽ നിന്നും റിക്കവറായി പുറത്തോട്ട് വരിക. ഈ ഒരു ട്രോമയിൽ നിന്ന് റിക്കവറായി പുറത്തോട്ട് നിങ്ങൾക്ക് അവിടെ നല്ല ഒരു ജീവിതമുണ്ട്, നിങ്ങൾക്ക് അവിടെ നല്ലൊരു ലൈഫുണ്ട്. ചാരിറ്റ് കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഇത് കഴിഞ്ഞാൽ ഒരു നല്ല ലൈഫ് കിടക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇത് കഴിഞ്ഞാൽ നല്ലൊരു ജീവിതം കിടക്കുന്നുണ്ട്. നിങ്ങൾ എന്തിന് ഇതിൽ സ്റ്റക്കായി നിൽക്കുന്നു? നിങ്ങൾ എന്തിനാണ് ഇതിൽ വളരെ ബുദ്ധിമുട്ടി ആ ഒരു ട്രോമയിൽ എന്തിന് കഷ്ടപ്പെട്ട് നിൽക്കുന്നു? ഇതും കഴിഞ്ഞ് നിങ്ങൾക്കൊരു ജീവിതമുണ്ട്, ഇതും കടന്നു പോകും. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട കാര്യം, ഇതും കടന്നു പോയാൽ നിങ്ങൾ എയിമുള്ളവരായിരിക്കുക, സ്വപ്നങ്ങളുള്ളവരായിരിക്കുക. ഈ ഒരു ട്രോമയിൽ സ്റ്റക്കായി, ഈ ഒരു ട്രോമയിൽ ഭയങ്കരമായിട്ട് ഇൻപുട്ട് കൊടുത്ത് ഇങ്ങനെ നിൽക്കാതെ ഇതിൽ നിന്ന് കവർ ചെയ്ത് മുന്നോട്ട് നീങ്ങി മുന്നോട്ട് സഞ്ചരിക്കാൻ നോക്കുക. മനസ്സിലായോ? ഇനി നമുക്ക് അടുത്തൊരു കാർഡ് എടുക്കാം. യൂണിവേഴ്സ് ഏഞ്ചൽസ്, വാട്ട് യു നീഡ് ടു ഹിയർ റൈറ്റ് നൗ. ഇവരുടെ സോളിന് എന്തൊക്കെയാണ് ഇവരോട് പറയാനുള്ളത്, സോളിന് എന്തൊക്കെയാണ് പറയാനുള്ളത്? കണ്ടോ, നമുക്കൊക്കെ കണ്ടോ, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഡബിൾസിന് അല്ലെങ്കിൽ ട്രിപ്പിൾസിന്, ഫോർബിൾസിനൊക്കെ വരുന്നത്. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സെടുക്കുന്ന ഡിസിഷൻ ആയിരിക്കില്ല നിങ്ങളുടെ സോളിൻ്റെ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഡിസിഷൻ ആയിരിക്കില്ല നിങ്ങളുടെ സോളിൻ്റെ ഡിസിഷൻ ആയിരിക്കില്ല നിങ്ങളുടെ. അങ്ങനെ ഒട്ടും സെറ്റാവാത്ത ഡിസിഷൻസാണ് നിങ്ങൾക്ക് വരുന്നത്. സോ അതാണ്, കണ്ടോ ഞാൻ പറഞ്ഞത് എത്ര കാര്യമുണ്ട്. ഈ ടാരറ്റ് റീഡിങ്ങിനെ കുറ്റം പറയുന്നവർ, ടാരറ്റ് റീഡിങ് ഒന്നുമല്ല, ഉടായിപ്പാണ്. കഴിഞ്ഞ റീഡിങ്ങിൽ ഞാൻ എന്തോ ഒരു
കഴിഞ്ഞ റീഡിങ്ങിൽ ഒരു റോങ് മെസ്സേജ് കമൻറ്റ് ഞാൻ കണ്ടു. ഞാനതിന് അപ്പം തന്നെ നല്ലൊരു മറുപടിയും കൊടുത്തു. എൻ്റെ സൗണ്ട് ഏതോ കമ്പിക്കഥ എന്ന് പറയുന്ന എന്തോ ചാനലിൽ കണ്ടു എൻ്റെ സൗണ്ട്. നോക്കൂ സഹോദര, ഒരു സൗണ്ട് പോലെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ശബ്ദങ്ങൾ യൂട്യൂബിൽ നിന്നല്ല നമ്മുടെ ഈ ഒരു ലോകത്തുണ്ടാവും. അത് വിചാരിച്ചിട്ട് എല്ലാതും ഞാനായിരിക്കണം എന്നില്ല, അത് മനസ്സിലാക്കുക. ആൻഡ് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് 3 ചാനലാണുള്ളത്. എൻ്റെ യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ എനിക്ക് 3 ചാനൽസ് ഉണ്ട്. സൈക്കിക് ഹീലിംഗ് ഏഞ്ചൽ, സ്പിരിച്വൽ ജേർണി വിത്ത് 555 ആൻഡ് മൂൺ ഗോഡസ്. ഈ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഒന്ന് കയറി നോക്കുക ചേട്ടൻ കേട്ടോ. അപ്പം അറിയാം ഈ 3ലും എൻ്റെ സൗണ്ട് തന്നെയാണ്. ഈ 3ലും ഇതുപോലത്തെ സൗണ്ട് തന്നെയായിരിക്കും. പിന്നെ എനിക്ക് ജലദോഷം ഇടയ്ക്കിടയ്ക്ക് വരുന്നത് കൊണ്ട് സൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ഒരു ഡിഫറൻസ് ഒക്കെ കാണും. മനസ്സിലായോ? ചേട്ടൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള കമ്പിക്കഥ, കമ്പി സ്റ്റോറി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചേട്ടൻ പ്രതീക്ഷിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. ചേട്ടൻ ആ കാര്യത്തിലൊക്കെയാണ് താല്പര്യവും. അപ്പോൾ ആ താല്പര്യം വരാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർക്ക് അതിൻ്റേതായിട്ടുള്ള ചാനൽസ് ഉണ്ട്, അവിടെ പോയി കാണാം. എനിക്ക് അങ്ങനത്തെ ചാനൽസ് ഇല്ല. അല്ലെങ്കിൽ ഞാൻ ഇവിടെ വന്ന് പറയും എനിക്ക് കമ്പിക്കഥ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്, അവിടെ പോയി സബ്സ്ക്രൈബ് ചെയ്യുമെന്ന്. എനിക്ക് അങ്ങനത്തെ ഒരു ചാനൽ ഇല്ല. ഓക്കെ, അപ്പോൾ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, എനിക്ക് അങ്ങനത്തെ സ്റ്റോറി ഇട്ടിട്ടോ അങ്ങനത്തെ കാര്യങ്ങൾ ഇട്ടിട്ടോ ഒരു വ്യൂ ഉണ്ടാക്കേണ്ട കാര്യമില്ല. കാരണം എനിക്ക് ടാരറ്റ് റീഡിങ് എനിക്ക് ദൈവസിദ്ധമായിട്ട് തന്നിട്ടുള്ള കഴിവാണ് ഹീലിംഗ്. ആ ഒരു കാര്യത്തിൽ കൂടെ ഞാൻ അന്തസ്സായിട്ട് വീഡിയോസ് ചെയ്തിട്ട് ഞാൻ കാര്യങ്ങൾ, എൻ്റെ പാഷൻ അതിൽ ഞാൻ തീർക്കുന്നുണ്ട്. അല്ലാതെ കണ്ട കമ്പിക്കഥയെ പോയി തീർക്കേണ്ട ആവശ്യം എനിക്കില്ല. ഈ മാതിരി ഇപ്പം നമ്മുടെ കോമൺ ആയിട്ട് ഇവിടെ പറയും ഡാഷിന് വിളി കേൾക്കുകയെന്ന്, ആ ഒരു സംഭവം അല്ല. പക്ഷെ ചേട്ടന് മറുപടി തരണമെന്ന് എനിക്ക് തോന്നി. ഞാനങ്ങോട്ട് തിരിച്ച് മറുപടി കൊടുത്തപ്പോൾ ഒന്ന് പോയ അമ്മ അവൻ്റെ, എനിക്കൊന്നും പറയാനില്ല. ഞാൻ പറയുന്നു, നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ മാന്യമായിട്ടുള്ള രീതിയിലും സഭ്യമായിട്ടുള്ള രീതിയിലും വന്ന് കമൻ്റ് ഇടാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇതിൽ ഇരട്ടയായിട്ടുള്ള മറുപടി ഞാൻ തിരിച്ചു തരും. ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും വിളി കേൾക്കുന്ന ആളല്ല ഞാൻ. പക്ഷേ പറയേണ്ട സ്ഥലത്ത് പറയും. ഈ ജാതി മാറ്റേഴ്സൊക്കെ എൻ്റെ പ്ലാറ്റ്ഫോമിൽ കയറി വലിച്ചിട്ട് കഴിഞ്ഞ് ഞാൻ സംസാരിക്കും. അത് ആര് പറഞ്ഞാലും ഇല്ലെങ്കിൽ. ചേച്ചി എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിന് റിപ്ലൈ കൊടുക്കാൻ പോണേന്നുള്ളൊരു കമൻറ്റ് ഞാൻ എടുക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇതിന് മറുപടി കൊടുത്തില്ലെങ്കിൽ തലയെ കയറിയിരുന്ന് നിരങ്ങും. ആ പരിപാടി വേണ്ട. ഇതുപോലെ ഒരുത്തൻ കയറി മേഞ്ഞതാണ്, അവന് നല്ല മറുപടിയും കൊടുത്തു, അവൻ്റെ അണ്ണാക്കിലിട്ട് അടിച്ച് വിട്ടിട്ടാണ് ഞാൻ പറഞ്ഞു വിട്ടത്. അപ്പോൾ ഇനി അടുത്ത ആൾ തലപൊക്കിയുണ്ട്, അങ്ങോരുടോ അല്ലെങ്കിൽ അങ്ങോരുടെ ഫേക്ക് അക്കൗണ്ടോ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അധികം വന്ന് ഇവിടെ കിടന്ന് കളിക്കണ്ട. എനിക്ക് ചെയ്യാവുന്ന രീതിയിൽ ഞാൻ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ മര്യാദയ്ക്ക് പോകത്തില്ല. മനസ്സിലായോ? അപ്പോൾ എൻ്റെ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അധികം വന്ന് ഡയലോഗ് അടിക്കാൻ നിൽക്കേണ്ട. നമ്മൾ നല്ല രീതിയിൽ പോകുന്നൊരു ചാനലാണ്. നല്ല രീതിയിൽ ടാരറ്റ് റീഡിങ്സ് ചെയ്തിട്ട് നമ്മൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് പോകുന്ന ചാനലാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കയറി വന്ന് മേയണ്ട. ഇത്രയും വലിച്ചു നീട്ടണ്ടെന്ന് പറയുന്നവരോട് ഇത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല മക്കളെ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരായിട്ട് ഇങ്ങനെ തല പൊക്കുക, ഈ ഞൊളയ്ക്കണ പുഴു പോലെ. എനിക്ക് തീരെ താല്പര്യമില്ലാത്ത സബ്ജക്റ്റുകൾ അവർ ഇതിലേക്ക് എടുത്തിടുന്നത്. എന്ത് കാര്യത്തിന്? അങ്ങനെയുള്ള സാമ്യമുണ്ട്. അങ്ങനത്തെ ഒരു സ്റ്റോറിയിൽ ഞാൻ സൗണ്ട് കേട്ടു, അതുപോലെ തന്നെയാണോ, ആ ആൾ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെയുള്ള രീതിയിൽ ഓരോ നമ്മളെ മ്ലേച്ഛമായിട്ട് ചിത്രീകരിക്കുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ കൊണ്ടുവന്നിടുമ്പം ഞാൻ മിണ്ടാതെ കേട്ട് നിൽക്കുന്നില്ല ഗൈസ്. എനിക്കത് പറ്റത്തില്ല. ഓക്കെ, അപ്പം നിങ്ങൾ കണ്ടിരിക്കുന്നവർ ക്ഷമിക്കുക. എനിക്കിത് ഈ മറുപടി കൊടുത്തില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. ഞാൻ അപ്പം തന്നെ മറുപടി കൊടുത്തു. അങ്ങനെയുള്ള താല്പര്യമുള്ള ആളാണെങ്കിൽ അതിന് ഉള്ള സ്ഥലം ഇവിടെ അല്ല എന്ന്. പക്ഷേ എനിക്ക് അതിൽ കവിഞ്ഞ് കുറച്ച് പറയാണ്ടായിരുന്നു, അതാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ നിങ്ങളൊന്ന് ക്ഷമിക്കാം. ഓക്കെ, അപ്പോൾ വലിയൊരു സ്റ്റാർ പൊസിഷനിൽ എത്തേണ്ട ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ആൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ആൾ തന്നെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഈ ഒരു സ്റ്റക്നെസ് മാറി, ഈ ഒരു ഫ്രീസിങ് പൊസിഷനിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ലൈഫുണ്ട്, നിങ്ങൾക്ക് നല്ലൊരു ജീവിതമുണ്ട്. പക്ഷെ നിങ്ങൾ അതിലേക്ക് ഫോക്കസ് ചെയ്യാതെ നിങ്ങൾ ഇതിൽ തന്നെ സ്റ്റക്ക് ആവുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ലൈഫിലൊരു ഹാപ്പിനെസ് ഉണ്ടാവാത്തത്, നിങ്ങളുടെ ലൈഫിലൊരു സക്സസ് ഉണ്ടാവാത്തത്. സോ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, സെറ്റായിട്ടിരിക്കുക. ആൻഡ് ഈ ഒരു ട്രോമയിൽ നിന്ന് കടക്കുക. അത്ര പെട്ടെന്ന് എനിക്കറിയാം ചേച്ചി, അത്ര പെട്ടെന്ന് എനിക്ക് ഇതിൽ നിന്ന് കവർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നവരോട് എനിക്കറിയാം ഗൈസ്, നിങ്ങൾക്ക് അത്ര പെട്ടെന്ന് ഇതിൽ നിന്ന് കവർ, കാരണം അത്രയും വലിയ അടിയാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്, അത്ര വലിയ ചീറ്റിംഗ് ആണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. സോ നിങ്ങൾ റിലാക്സ് ചെയ്യുക, കാമായിട്ടിരിക്കാൻ, കൂടുതൽ മ്യൂസിക്കുകൾ കേൾക്കുക. ഫുൾ മൂൺ ടൈമിൽ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് കൊടുക്കുക. ഫുൾ മൂൺ ടൈമിൽ പോസിറ്റീവായിട്ടുള്ള മാനിഫെസ്റ്റേഷൻസ് ചെയ്യുക. ആൻഡ് മാനിഫെസ്റ്റേഷൻ എന്താണെന്ന് അറിയാത്തവർ കമൻറ്റിൽ ചോദിക്കാൻ, ഞാൻ പറഞ്ഞുതരാം.
ആൻഡ് നിങ്ങൾക്കിത് കഴിഞ്ഞൊരു നല്ല ലൈഫുണ്ട് മക്കളെ, നിങ്ങൾക്ക് നല്ലൊരു ലൈഫുണ്ട്. നിങ്ങൾ ഇതിൽ തന്നെ സ്റ്റക്കായി കെടുക്കരുത്. എക്സ്ട്രാ മെറിറ്റൽ ആയിട്ടുള്ള അഫെയർ ആയിട്ടുള്ളവരെയും കാണുന്നുണ്ട്, ചീറ്റ് ചെയ്ത് പോയിട്ടുള്ളവർ. അങ്ങനെ ഒരു സ്റ്റേജിൽ നിങ്ങളുടെ ഓൾറെഡി ഉള്ള പാർട്ട്ണറിൽ നിന്നും നിങ്ങൾ മടുത്ത് അങ്ങനെ ഒരു സ്റ്റേജിൽ ഇരിക്കുമ്പോഴാണ് ഈ വ്യക്തിയുമായി റിലേഷൻഷിപ്പ് ആയതും ആൻഡ് ഈ വ്യക്തി ഇപ്പോൾ ഒരു ബന്ധമില്ലാതെ നിൽക്കുന്നതും. നിങ്ങൾക്ക് പലരുടെയും കാര്യത്തിൽ ആ വ്യക്തി തിരിച്ചു വരുന്നത് കാണുന്നുണ്ട്, ഒരു റീയൂണിയൻ സംഭവിക്കുന്നതൊക്കെ കാണുന്നുണ്ട്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നെക്സ്റ്റ് ഒരു വീഡിയോ ഞാൻ ചെയ്യാം. വീഡിയോ ലോങ് ആവുന്നു. ആൻഡ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പോകുക. നിങ്ങൾ ആ ഒരു ട്രോമയിൽ നിന്ന് വിട്ട് ഫോക്കസ് ചെയ്യുന്ന പോകുന്ന സമയത്ത്, അതിന് ലീസ്റ്റ് എക്സ്പെക്റ്റേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന പറയുന്നത്. മനസ്സിലായോ? ആൻഡ് നമുക്ക് തന്നു ഒരു മെസ്സേജ് നമുക്ക് നോക്കാം, ഒരു ക്ലൂ. നിങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കണ്ടോ, നമ്മൾ എന്താ പറഞ്ഞത് ഇപ്പോൾ? നിന്നെ പറ്റിയാണ്, നിങ്ങളുടെ സോളിനെ പറ്റിയാണ് പറയുന്നത്. അപ്പം നിങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. നിങ്ങളുടെ ലൈഫ് എന്താണ്, നീ എന്താണ്, നിന്റെ വിധി എന്താണ്, അതിനനുസരിച്ചിട്ടേ നിനക്ക് പോകാൻ പറ്റുള്ളൂ. നിന്റെ ലൈഫ് നല്ല രീതിയിൽ നീ കൊണ്ടുവന്ന പക്ഷമാണ് നിനക്ക് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് പോകാൻ പറ്റുക. ആൻഡ് ഇതാണ് ഫോക്കസ് ചെയ്യുന്നത്. നീ, നമ്മളിപ്പോൾ നോക്കിയത് എന്താ? നിങ്ങളുടെ സോള്, നിന്നെ പറ്റി. അതാണ് ഇവിടെ എയിം ചെയ്യുന്നത്. കണ്ടോ, ഇതൊക്കെ തമാശ കാര്യങ്ങളല്ല. അപ്പം അതിൻ്റെ ഇടയിൽ വന്ന് മറ്റേ കമ്പിക്കഥ, കമ്പി സ്റ്റോറി എന്നും പറഞ്ഞ് ഇടാനുള്ളതല്ല. കാരണം ഇത് തമാശ കാര്യമല്ല. ഇതിലും ഉണ്ട് ഒരു ക്ലാരിറ്റി, ഇതിലും ഉണ്ട് ഒരു ദൈവികത്വം. അപ്പം നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ നീക്കുക. മനസ്സിലായി? വിശ്വസിക്കുന്നവർ കണ്ടാൽ മതി, ആവശ്യമില്ലാത്തവർ കാണാൻ നിൽക്കണ്ട. നിന്നിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. നീ എന്താണെന്ന് നീ മനസ്സിലാക്കുക, നിന്റെ ലൈഫ് എന്താണെന്ന് നീ മനസ്സിലാക്കുക, നിന്റെ വിധി എന്താണെന്ന് നീ മനസ്സിലാക്കുക. നിന്റെ വിധിക്ക് അനുസരിച്ച് പല കാര്യങ്ങളും നിന്റെ ലൈഫിൽ സംഭവിക്കും, ഉടനെ തന്നെ സംഭവിക്കും. അപ്പം നീ ഫസ്റ്റ് ചെയ്യേണ്ട എന്താണ്? ഈ ഒരു ട്രോമയിൽ നിന്ന് നീ റിലീസായിട്ട് പോകുക. ഈ ഒരു ട്രോമയിൽ നിന്ന് നീ കവർ ചെയ്ത് മുന്നോട്ട് സഞ്ചരിക്കുക. ആൻഡ് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് നിന്റെ ലൈഫിൽ സംഭവിക്കുന്ന പറയുന്നത്. പോസിറ്റീവായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, സെറ്റായിട്ടിരിക്കുക. അതാണ് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറച്ച് ബാഡ് മൊമെൻറ്റ്സ് ഞാൻ അല്ലെങ്കിൽ ബാഡ് വേർഡ്സുകൾ അല്ലെങ്കിൽ ബാഡ് ലാംഗ്വേജ് അല്ലെങ്കിൽ ബാഡ് സംസാരം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി. ബാക്കി നോർമലായിട്ട് കാണുന്നവരെ അത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഐ എം റിയലി സോറി. കാരണം ചില കാര്യങ്ങൾ ഞാൻ മുന്നേ ഇതുപോലൊരു സംഭവം എൻ്റെ സ്പിരിച്വൽ ജേർണി കാണുന്നവർക്കറിയാം, ഫസ്റ്റ് മുതലേ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർക്കറിയാം. ഇതുപോലെ മുന്നൊരു സംഭവം ഉണ്ടായിട്ട് ഞാൻ പ്രതികരിച്ചതാണ്, വളരെയധികം ഞാൻ പ്രതികരിച്ചതാണ്. അതായത് അങ്ങനെ പ്രതികരിക്കുകയല്ല, ഞാൻ കമൻ്റ് ഇട്ടു. അപ്പോൾ ഭയങ്കര റോങ് ആയിട്ട് പോകുന്നതുകൊണ്ട് ഞാൻ നല്ലൊരു മറുപടി കൊടുത്ത് ഞാനത് അവിടെ വിട്ട് കളഞ്ഞ കേസാണ്. പിന്നെ ഓരോ ചാനൽ തുടങ്ങുമ്പോൾ ഇതുപോലെ ഓരോരുത്തർ വന്നിട്ട് ഈ മാതിരി ഡയലോഗ് അടിക്കാൻ തുടങ്ങുമ്പം സത്യം പറഞ്ഞാൽ നമ്മൾ മനുഷ്യരാണ്, നമ്മൾ ഹ്യൂമൻ ബീയിങ് ആണ്, നമുക്ക് പ്രതികരിക്കാൻ തോന്നുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്. സോ എല്ലാവരും ക്ഷമിക്കുക. ആൻഡ് ഇതാണ് നമ്മുടെ റീഡിങ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിലെ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്നു എന്ന് പറയുക. അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, ഹാവ് എ നൈസ് ഡേ, ബൈ.